താൻ എന്താണോ വിചാരിച്ചേ? നാട്ടിൽ കുറെ പന്ന നാടകം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ സിനിമയിൽ നായകനാവാന്നോ? ഈടോ നടനാവണമെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ബുദ്ധി വേണോ? ബുദ്ധി. അഭിനയം പഠിക്കാൻ അവൻ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയേക്കുന്നു. ഇക്കണക്കിനൊരു പിമ്പിന്റെ റോൾ ചെയ്യാൻ താൻ വേശ്യാലയം തുടങ്ങുമല്ലോടോ. അവന്റെ ഒക്കെ അമ്മയെ കെട്ടിക്കാനുള്ള ഭ്രാന്ത് സഹിക്കേണ്ടത് ഞങ്ങളും. ഈ സൂക്കേടിനെ പറ്റിയ ഒരു ഒറ്റ മരുന്നേ ഉള്ളൂ, ആടിച്ചിവന്റെ ഒക്കെ താഴ്വരണവന്മാരെ. ഇനി ഒരു അക്ഷരം വേണ്ടി ചവിട്ടി പണ്ടം മുട്ടിക്ക് ഞാൻ. അവനൊരു അടികാരൻ. സിനിമയിലല്ല നീ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടാ നത്തോലി. നാടകം കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? 2.5 മണിക്കൂർ തട്ടേ കയറുന്ന ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റുള്ളൂ നിനക്കൊക്കെ? കണ്ടിടുന്നയൊക്കെ നിന്നെയൊക്കെ ഒടേ നമ്പുരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടൊക്കെ ഇറക്കിയതല്ലേ? സിനിമാക്കാർക്ക് എന്താണ് 2 കൂടുതലുണ്ടോ? അതോ നിന്റെയൊക്കെ മറ്റടുത്തുനിന്നാണ് മൂലമറ്റത്തേക്ക് കറണ്ട് കൊടുക്കുന്നത്? ആനയുടെ അത്രയും ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ അഭിനയിപ്പിക്കൂ. എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ. ചാൻസ് തണ്ടിയും തെറികേട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളത്. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്ന് എല്ലിന്റെ ഇടക്കറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോടൊരു പോയി. ഞാൻ ഈ ഊത്തവരിലേക്ക് ഞാൻ എന്റെ പൂഞ്ഞാണി ചെയ്തത്. ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ ഇല്ലേ? വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് ആയിത്തീരാൻ തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. പോലീസ് പിടിച്ച് കേരള പന്നികളാ. ചാടിപ്പോലടാ, ശരിയാക്കി തരണല്ലോ. സാർ, സത്യത്തിൽ എന്താണ് സാർ സംഭവിച്ചത്? ആരാണ് താങ്കൾ തട്ടിക്കൊണ്ടുപോയത്? സാറിന് തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്താ? ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങാനുള്ള ശ്രമമായിരുന്നു സാർ. ഇതിലെന്തെങ്കിലും സിനിമാ ബന്ധമുണ്ടോ? സാർ, താങ്കൾ ഒന്നും പറയാതെ പോവുകയാണ് സാർ. എനിക്കൊന്നും പറയാനില്ല സാർ. ഒരു റിട്ടേൺ കംപ്ലൈന്റ് വേണമായിരുന്നു. എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. തട്ടിക്കൊണ്ടുപോയതിൽ താങ്കൾക്ക് ഒരു പരാതി ഇല്ലെന്നാണോ? എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. എങ്കിലല്ലേ പരാതിപ്പെടേണ്ട ആവശ്യമുള്ളൂ. വണ്ടി എടുക്കും. സാർ, തന്നെ തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നാണ് ശ്രീകുമാർ പറയുന്നത്. അപ്പൊ പ്രതികളെന്ന് കരുതി പിടിച്ച ഇവരെ എന്ത് ചെയ്യും സാർ? ഒഴുങ്ങി തിന്നും. ഇറങ്ങി വെറുമല്ല. അയാൾക്ക് പരാതിയില്ല, പിന്നെ നമുക്കാണ് സൂക്കേട്. ഇറങ്ങി പാടാല്ല. നിന്റെയൊക്കെ ഇളി ഞാൻ മാറ്റി തരാടാ. എന്തെങ്കിലും ഒരു കേസിന് നിന്നെയൊക്കെ എന്റെ കിട്ടും. കുറിച്ച് വെച്ചോടാ. വണ്ടി എടുക്കണം. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. പക്ഷെ മാഷ് കണ്ട് പഠിച്ചതല്ലേ. വിശക്കുമ്പോ തിന്നണം, കിടക്കുമ്പോ ഉറങ്ങണം. അത്രേ ഉള്ളൂ ഞങ്ങ. മാഷയുടെ ആഗ്രഹമൊന്നും നടത്തി തരാൻ ഞങ്ങൾക്ക് പറ്റൂല. നിങ്ങ പെട്ട പാടൊക്കെ മോളിലിരിക്കുന്നവൻ കാണുന്നുണ്ട്. മാഷൊരിക്ക് വലിയ അളവും അത് ഷൂറാണ്. അപ്പൊ ഞങ്ങളെ കണ്ട മറക്കാതിരുന്നാ മതി. കാണുമ്പോ ഒരു സലാം, അത് മതി. പോണേണ് മാഷേ.
ചിലപ്പോൾ കഥയും കഥാപാത്രങ്ങളും അന്വേഷിച്ച് ഞങ്ങൾ സിനിമാക്കാർ ദിവസങ്ങളും ദൂരങ്ങളും സഞ്ചരിക്കാറുണ്ട്. മറ്റു ചിലപ്പോൾ കഥാപാത്രങ്ങൾ അപ്രതീക്ഷിതമായി നമ്മുടെ മുമ്പിലേക്കെത്തും. ചാക്കിൽ കെട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞ വളർത്തുപൂച്ചയെ പോലെ താൻ എന്നെ വീണ്ടും കണ്ടുമുട്ടിയതുപോലെ. സാർ, 1000-ൽ 1-2 പേർക്കാണ് അഭിനയിക്കാനുള്ള കഴിവ് കിട്ടുക. അതിൽ എത്ര പേർ നടന്മാരാകാറുണ്ട്? അവരിൽ ആരൊക്കെ സിനിമയിൽ എത്തിപ്പെടുമെന്നും എത്തുന്നവരിൽ എത്ര പേർ നിലനിൽക്കുമെന്നും ആർക്കാണ് പറയാനാവുക? മോഹൻ, നിങ്ങളുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ്. അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിത്തീരുമെന്ന് കാലം തന്നെ തീരുമാനിക്കട്ടെ. ബെസ്റ്റ് ആക്ടർ ജൂനിയർ 2010 ഫൈനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മനോഹരമായ സന്ധ്യയിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് ആക്ടർ ജൂനിയറിലെ മിന്നുന്ന താരങ്ങളാണ്. 10 റൗണ്ടുകളിലെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഫൈനലിൽ എത്തിച്ചേർന്നിരിക്കുന്നത് 4 മത്സരാർത്ഥികളാണ്. അതിൽ 3 പേരും തങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞു. ആരായിരിക്കും ബെസ്റ്റ് ആക്ടർ? ജഡ്ജസിന്റെ കൺഫ്യൂഷൻ കൂട്ടാനായി ഇത് അവസാന പ്രകടനവുമായി വേദിയിലേക്ക് എത്തുന്നു അഭിജിത്ത്. ലെറ്റ്സ് വെൽക്കം അഭിജിത്ത് ഓൺ സ്റ്റേജ്. അഭികുട്ട, എന്തോ എന്താണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്? ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സിനിമാ നടനാൻ മോഹിച്ച് നടക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ചില രസകരമായ സംഭവങ്ങളാണ്. എല്ലാ തവണയും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാറുള്ള അഭിജിത്ത് ഇത്തവണയും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അഭി, ആരാണ് ഈ ഐഡിയ പറഞ്ഞത്? അത് പറഞ്ഞോളൂ. എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത് എന്റെ അച്ഛനാണ്. ഇന്നെങ്കിലും അച്ഛൻ കൂടെ എത്തിയിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? അഭിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകി പോകുന്ന അഭിയുടെ അച്ഛൻ ഇന്നാദ്യമായി മകന്റെ പ്രകടനം നേരിട്ട് കാണാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗിവ് ഹിം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇനി നമുക്ക് നമ്മുടെ കണ്ണുകളും കാതുകളും അഭിജിത്തിന് നൽകാം. വിധി പ്രഖ്യാപിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Second runner-up is Irfan Kamal. First runner-up Sri Kuti. Best Actor 2010 goes to yes, it's Abhijit. ഇപ്പൊ എന്താ അഭിക്ക് എല്ലാരോടും പറയാനുള്ളത്? അത് എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കണം. തീർച്ചയായും നമുക്ക് നിറഞ്ഞ മനസ്സോടെ തന്നെ അഭിയുടെ അച്ഛനെ വേദിയിലേക്ക് വിളിക്കാം. സർ, could you please come on stage?
സർ പ്ലീസ്. നമസ്കാരം. ഇതിനേക്കാളും വലിയൊരു വേദിയിൽ ഇതിനേക്കാളും വലിയൊരു സമ്മാനം വാങ്ങണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. ചെറുപ്പം മുതലേ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം പോയി. ഞാൻ ഇങ്ങനെയൊക്കെ ആയി കാണണമെന്ന് ആഗ്രഹിച്ചാരും ഇപ്പൊ എൻ്റെ കൂടെ ഇല്ല. ഇപ്പൊ എൻ്റെ മോന്റെ മെച്ചത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ സ്വപ്നങ്ങളൊക്കെ ഇവനെ കൂടെ ഞാൻ നേടിയെടുക്കുക. അതിന്റെ തുടക്കമാ ഇവിടെ കിട്ടിയ അംഗീകാരം. എന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ച, അവനെ ഒരുപാട് സ്നേഹിച്ച എല്ലാവർക്കും എന്റെ നന്ദി. കൺഗ്രാലേഷൻസ്. ശരി, നന്നായി വരും. അപ്പൊ ശരി. ഹലോ സാർ. യെസ്, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ സാർ. അത് സാറിന്റെ പുതിയ സിനിമയില് എനിക്കൊരു വേഷം. സർ, പടം സൂപ്പർ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിളിക്കാം. ശരി, കൊണ്ടുപോയിക്കോടോ. എല്ലായിടത്തും നല്ല റിപ്പോർട്ടാ. അങ്ങനെ സാറിന്റെ അക്കൗണ്ടിൽ വീണ്ടും ഒരു ഹിറ്റും പുതിയൊരു താരവും. ആരും ആരുടെ അവകാശികളല്ലടോ. കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും അതൊരു നടനാണ്.